ഫംഗ്ഷനുകൾ പോയെന്ന് വിചാരിക്കുക, ഒരു പരിചയമില്ലാത്തവരാണ്, കുറച്ച് സ്ത്രീകൾ പുറത്തിരിക്കുന്നത്, കുറച്ച് പുരുഷന്മാരിക്കും, നിങ്ങൾ എവിടെ ചെന്നിരിക്കും? ആ എന്തിന് പേടിക്കും? നിങ്ങളെ പേടി ബ്രേക്ക് ചെയ്യണ്ടേ? വൈ യു ആർ ബ്രേക്കിംഗ്? ആ മനുഷ്യനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെ കണ്ടാലും ചിരിക്കണം. നമ്മൾ വളരെ സെലക്റ്റീവാണ്. അതായത് നമ്മൾ ഒരുപാട് ആൾക്കാർ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പെൺകുട്ടി വന്നാൽ നിങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിനേക്കാൾ താല്പര്യം ആരോട് സംസാരിക്കാനായിരിക്കും? ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ താല്പര്യം നിങ്ങൾ കൂടുതൽ കാണിക്കും. അതൊരു വനിത എന്നുള്ള നിലയിൽ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ചെന്ന് നോക്കുക. എനിക്ക് ഞാൻ ചോട്ടെ, ഒരു ഫംഗ്ഷൻ നിങ്ങൾ പോയെന്ന് വിചാരിക്കുക, ഒരു പരിചയമില്ലാത്തവരാണ്, കുറച്ച് സ്ത്രീകൾ പുറത്തിരിക്കുന്നത്, കുറച്ച് പുരുഷന്മാരിക്കും, നിങ്ങൾ എവിടെ ചെന്നിരിക്കും? പിന്നെ നിങ്ങൾ എന്തിനാ പുരുഷന്മാർ? നിങ്ങൾ ഇത്രയും പുരോഗമനം പറയുന്ന ആൾ പുരുഷന്റെ അടുത്ത് ചെന്നിരിക്കാത്തെന്താ? അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഏത് കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഏത് കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ. അല്ല, അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പേടിയുടെ ഭാഗമായി. ആ എന്തിന് പേടിക്കും? നിങ്ങളെ പേടി ബ്രേക്ക് ചെയ്യണ്ടേ? വൈ യു ആർ ബ്രേക്കിംഗ്? അത് ബ്രേക്ക് ചെയ്യാത്തം തന്നെ. നിങ്ങൾ ഈ പറയുന്ന പുരോഗമനം പറയുന്ന നിങ്ങളിത് ബ്രേക്ക് ചെയ്യാത്തം തന്നെ. അപ്പോഴല്ലേ സൊസൈറ്റി ബ്രേക്ക് ചെയ്യുള്ളൂ. ഇത് ഞാൻ ഇതേ കോണ്ടെക്സ്റ്റ് പറയാം. അത് ആക്ച്വലി ഇപ്പോ ഇവിടെ നടക്കുന്ന ഒരുപാടധികം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ സ്ത്രീകൾ, നോട്ട് ഓൾ മെൻ, പക്ഷെ ഒരു പേടിയുടെ പുറത്ത് വന്നത് പിന്നീട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു ചങ്ങാതി റബേക്ക, നിങ്ങളുടെ സഹോദരിയുടെ കല്യാണം അല്ലെങ്കിൽ സഹോദരന്റെ കല്യാണം കംപ്ലീറ്റ് വലിയ ഓഡിറ്റോറിയം അല്ല, ഞാൻ പറയട്ടെ, വലിയ ഓഡിറ്റോറിയം, അറിയാന്നുള്ള ആളാണ് നിങ്ങളെ വർഗം, നിങ്ങളുടെ ബന്ധു നിങ്ങളെ വർഗം, എനിക്കറിയാന്നുള്ള സുഹൃത്ത് എൻ്റെ വർഗം. സുഹൃത്ത് ഞാൻ പറഞ്ഞ വർഗത്തിന് നിങ്ങൾ എടുത്ത ജാതിയല്ല എടുക്കേണ്ടത്. വർഗത്തിന് നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആരുടെ? നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനാണ്? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ എന്തുകൊണ്ട് അപരിചിതന്റെ അടുത്ത് പോയി ഇരിക്കുന്നില്ല? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ റിലേറ്റബിലിറ്റി ആണ് ഹ്യൂമാനിറ്റി, മനുഷ്യനാണ് എന്നുള്ളത്. ആ മനുഷ്യനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെ കണ്ടാലും ചിരിക്കണം. നിങ്ങൾ ആരെ കണ്ടാലും ഹായ് എന്ന് പറയണം, ആരെ കണ്ടാലും ഹലോ എന്ന് പറയണം. നിങ്ങൾ സായിപ്പന്മാരെ പലരും നോക്കൂ, ലിഫ്റ്റിൽ കയറുമ്പോൾ ഹായ് എന്ന് പറയും, ഹലോ എന്ന് പറയും. എനിക്ക് 100,000 അനുഭവം. നമ്മൾ പറയൂല. വൈ? നമ്മൾ സെലക്റ്റീവാണ്. നമ്മൾ വളരെ സെലക്റ്റീവാണ്. അതായത് നമ്മൾ ഒരുപാട് ആൾക്കാർ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെന്ന് ചങ്ങാതി, ഞാൻ പറയാം, നിങ്ങളൊരു ഭൂരിപക്ഷത്തെ എടുത്ത് നോക്കും. നിങ്ങളൊരു ഞാൻ വീണ്ടും പറയാം, നിങ്ങളൊരു മാരേജിന് ചെല്ലുന്നു, നിങ്ങൾക്ക് നല്ല സുരക്ഷിതത്വമുള്ള സ്ഥലമാണ്, അവിടെ ക്യാമറയുണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ആണ്, നിങ്ങൾക്ക് ചെറിയൊരു പോയിന്റിൽ നിങ്ങൾക്ക് പ്രശ്നം പറ്റിയ പോലെ നിങ്ങളെ രക്ഷിക്കാൻ അവിടെ ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. അവിടെയും നിങ്ങൾ ചെന്നാൽ വനിതകളുടെ അടുത്തേ നിങ്ങൾ ഇരിക്കൂ. കാരണം നിങ്ങളെ കണ്ടീഷൻ ചെയ്തപ്പോൾ അങ്ങനെ ആയിരിക്കാം. അവിടെ ചെന്നിരിക്കും, അറിയാത്തടത്ത് ചെന്നിരിക്കും. അപ്പോൾ അത് അറിയുന്നിടത്ത് നിങ്ങൾ ചെന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ തിയറിയിലേക്ക് വരെയാണ്.